It's Kerala versus Karnataka. ഇതാ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ ഇതാ പന്തുമായി സ്റ്റാർ സ്ട്രൈക്കർ ഋത്തിക്, കേരളത്തിന്റെ സുവർണ കുട്ടൻ ഋത്തിക് ഇതാ പന്തുമായി മുന്നോട്ട് പോവുകയാണ്. ഋത്തിക് ഹീസ് ബീൻ ഫൗൾഡ്. ഇതാ കർണാടക ഡിഫൻഡറെ മികച്ചൊരു ഇന്റർസെപ്ഷൻ, പക്ഷേ പെനാൽറ്റി ആണോ നമുക്കറിയില്ല. ഇതാ കോച്ച് സച്ചിന്റെ മുഖത്തെ നിരാശ നമുക്ക് ഇവിടെ കാണാം. സ്റ്റാർ സ്ട്രൈക്കർ ഗ്രൗണ്ടിലാണ്. ഋത്തിക് കാണികളെല്ലാം ആകാംക്ഷയോടെ നോക്കുകയാണ് ഈ പെനാൽറ്റിയിലേക്ക്. ഇറ്റ്സ് ഋത്തിക്, ഇറ്റ്സ് കർണാടക വേഴ്സസ് കേരള 1-0 into the final minute of the game. We have a penalty and it's Hrithik behind the ball. It's Kerala versus Karnataka. Hrithik versus Rishad. ഓ മൈ ഗുഡ്നസ്, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ കളിയിൽ ടൂർണമെന്റിൽ ഉടനീളം ഏറ്റവും മികച്ച പ്ലെയറായി ഋത്തിക് ഇതാ ഏറ്റവും സുവർണ അവസരത്തിൽ ഇതാ ഗോൾ നഷ്ടമായിക്കൊണ്ട്. ഋതികേ പോട്ടടാ, എഴുന്നേക്ക് നീ. പുള്ളി പഴയ സ്റ്റാറാടാ, സൂപ്പർ സ്റ്റാർ. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. അന്നത്തെ കളി രക്ഷയായിരുന്നില്ലേ, നമുക്ക് ഫൈനൽ കൂടി കഴിക്കണ്ടേ. എടാ, നിന്റെ സംസാരത്തിനുള്ളൊരു പ്രശ്നമുണ്ടോ? എൻ്റെ സംസാരത്തിലോ? എന്ത് പ്രശ്നം? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അതൊന്നുമില്ല, കളിക്കാൻ സന്തോഷത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശരീരം മൊത്തം ക്ഷീണം പോലെ ഉണ്ട്. ഒന്ന് ഇറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയായിക്കോളും. ഹലോ മിസ്റ്റർ സജിൻ, ഇപ്പോൾ നിങ്ങൾ സ്റ്റേബിളാണ് കേട്ടോ. നേരത്തെ എത്തിയെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പഴയതുപോലെ ആക്കാൻ പറ്റും ഡോക്ടർ. സജിൻ, താങ്കൾക്ക് പക്ഷാഘാതമാണ്. താങ്കൾക്കിപ്പോൾ 23 വയസ്സാണല്ലോ. ഈ പ്രായത്തിൽ പക്ഷാഘാതം വരുന്നത് ഭയങ്കര റെയറാണ്. ഇതിനെ യങ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. സമയമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കുറച്ച് വൈകിപ്പോയി. എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല സാർ. താങ്കളെ പോലെയുള്ള ഒരു പ്ലെയറിനെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ താങ്കൾ ശ്രമിച്ചാൽ ഇനിയും 1000 സജിന്മാരെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. വർഷങ്ങൾ നീണ്ട ന്യൂറോ റീഹാബിലിറ്റേഷനിലൂടെ എൻ്റെ പരിമിതികളെ ഒരു പരിധി വരെ എനിക്ക് മറികടക്കാനായി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ കരിയർ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ശരി, അപ്പോൾ ഈ MRI ഞാൻ കണ്ടു. അപ്പോൾ തലച്ചോറിൽ ചെറുതായിട്ട് രക്തം കല്ലിച്ച് നിൽക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ അപൂർവമായിട്ട് അത് ഉണ്ടാവാറുള്ളൂ. ഏതായാലും നിങ്ങൾ വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചത്. ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ എല്ലാ ചികിത്സകളും ചെയ്യേണ്ടത്. അത് പലർക്കും വൈകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ പെട്ടെന്ന് എത്തിയോണ്ട് പറയണം. ഇതിന് നമുക്ക് 2 ചികിത്സാ മുറകളുണ്ട്. ഒന്ന്, നമ്മൾ ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം ചെയ്യുന്ന, അതായത് ബ്ലോക്ക് പരിഹരിക്കുന്നതിന്. അതിന് മുമ്പ് നമ്മൾ ആൻജിയോഗ്രാമിന് മുമ്പ് നമ്മൾ ഈ ബ്ലോക്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആൻജിയോഗ്രാമിൻ്റെ ആവശ്യമില്ല, ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു.
എന്നിട്ടും ബ്ലോക്ക് അവിടെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് അതിനെ എടുത്ത ബ്ലോക്ക് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കും. ഇതാണ് നമുക്കവിടെ 2 പ്രൊസീജിയറുകൾ തീരുമാനിക്കേണ്ട ഏതാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. എന്ത് പറയുന്നു? ഡോക്ടറെ തിരിച്ചു കിട്ടുമോ എൻ്റെ മോനെ പഴയ പോലെ? തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എടോ, എനിക്കിനി ലൈഫിലൊരു ഹോപ്പ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നീ മൈക്കിൾ ജോൺസൺ എന്നൊരു അമേരിക്കൻ സ്പ്രിൻറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയാൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായി. അയാൾ അതിൽ നിന്ന് റിക്കവർ ആവുകയും ഇപ്പോൾ അതിൻ്റെ അവയർനെസ് പ്രോഗ്രാംസിലൊക്കെ ഇൻവോൾവ് ആണ്. നിനക്കും തിരിച്ചു വരാൻ പറ്റും. ഐ വിൽ വെയിറ്റ് ഫോർ യു. It's Kerala versus Karnataka. It's a final of the Sandosh Trophy. ഇതാ കേരളത്തിന് അനുകൂലമായ ഒരു പെനാൽറ്റി. കളിയുടെ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം ഇതാ കേരളത്തിന് അനുകൂലമായ ഒരു പെനാൽറ്റി. അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ കേരള ടീം ക്യാപ്റ്റൻ ഋത്തിക്? It's Hrithik versus Rishad, the man who is guarding the Karnataka goal post. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ നിമിഷം തങ്ങളെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ട ആ ട്രോഫി തിരിച്ചു പിടിക്കുവാനായി കേരള ടീമും ഋത്തിക്കും. Oh my goodness, it's a beautiful goal. Hrithik has done it. It's a comeback for Kerala. It's a comeback for Hrithik, the man who went stroke, the true warrior, Hrithik Ramesh, the captain of Kerala team. ആ നടന്നു പോകുന്നത് ഒരു പ്ലെയർ മാത്രമല്ല, അവനിൽ ഞാൻ കാണുന്നത് എന്നെയാണ്. എനിക്ക് പറ്റിയ ശ്രദ്ധക്കുറവ് അവനുണ്ടാകരുതെന്ന് എന്നും ഞാൻ ആഗ്രഹിച്ചു. നാളെ അവൻ ഇന്ത്യൻ ടീമിലെത്തും. രാജ്യത്തിന് തന്നെ അഭിമാനമാകും. എന്നും അവന് നേരെ വരുന്ന ഓരോ ടാക്കിളും തടയാൻ ഞാനുണ്ടാകും.